നമ്മൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷനായിട്ട് കീബോർഡ് പരിചയപ്പെട്ടു. അതിനകത്ത് വെളുത്ത കട്ടകളും കറുത്ത കട്ടകളും നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ ഈ കീബോർഡ് നമ്മൾ പരിചയിച്ചതുപോലെ 5 ഒക്ടേവ് ഉള്ള ഒരു കീബോർഡാണ്. കറുത്ത കട്ടകൾ 5 എണ്ണമുള്ള 5 ഒക്ടേവ് ആകുമ്പം അത് 25 എണ്ണം ഉണ്ട്. വെളുത്ത കട്ടകൾ 7 എണ്ണം വെച്ച് 5, 7, 35, അവസാനം ഒരെണ്ണം കൂടെ കൂടുമ്പോൾ 36. അങ്ങനെ 36ഉം 25ഉം കട്ടകൾ ചേർന്ന ഒരു കീബോർഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇന്ന് നമ്മൾ പരിചരിക്കുന്നത് ഫിംഗറിങ്, വിരലുകൾ എങ്ങനെ വെക്കണം, ഉപയോഗിക്കണം. ഇടത്ത് കൈ കൊണ്ടും വലത്ത് കൈ കൊണ്ടും വായിക്കാൻ തക്കവണ്ണം വിരലുകൾ എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും. വലത്ത് കൈ മിഡിൽ സി, അതായത് കറുത്ത കട്ടകളുടെ 1, 2 സെറ്റ് കഴിഞ്ഞിട്ട് 3ാമത്തെ സെറ്റിലാണ്. അതിൻ്റെ ഈ 2 കറുത്ത കട്ടകളുടെ ഇടത്ത് വശത്തുള്ള വെള്ളക്കട്ടയാണ് മിഡിൽ സി. അപ്പോൾ നമ്മൾ ഇരിക്കേണ്ടത് നമ്മളുടെ നെഞ്ചു ഭാഗം, നമ്മുടെ ശരീരത്തിൻ്റെ നടുഭാഗം ഈ സി മിഡിൽ സിയുടെ നേരെ വരുന്ന രീതിയിൽ ഇരിക്കുക. അപ്പോൾ ഇതിന് വലത്ത് വശത്തോട്ട് ഈ ഭാഗത്തോട്ട് വലത് കൈ കൊണ്ടും ഈ ഭാഗം ഇടത് കൈ കൊണ്ടും നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പോൾ വിരലുകൾ പിടിക്കേണ്ടത് ഇങ്ങനെയാണ്. വിരലുകൾ ഇങ്ങനെ താത്തിടരുത്, താത്തല്ല ഇടുന്നത്. വിരലുകൾ ഉയർത്തി മുന്നോട്ട് ആഞ്ഞ് നിർത്തുക വിരലുകൾ. അതാണ് അതിൻ്റെ ഒരു ഫിംഗർ പൊസിഷൻ. ഇവിടെ ഇനിയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിരലുകൾ ഇത് 1ാമത്തെ വിരലാണ്. വിരലിന് നമ്പർ കൊടുക്കാം. 1, 2, 3, 4, 5. ഇത് ചെറുവിരൽ 1, അടുത്ത് 2, 3, 4, 5. അപ്പോൾ ഈ 1ാമത്തെ വിരൽ സിയെ വെക്കുക. ഇവിടെ ചെറുവിരൽ 1ാമത്തെ സിയെ വെക്കുക. ഇവിടെ സി, ഡി, ഇ, വീണ്ടും എഫ് വരുമ്പോൾ 1ാമത്തെ വിരൽ ജി, എ, ബി, സി, സി, ബി, എ, ജി, എഫ്, ഇ, ഡി, സി. ഇവിടെ സി എൽ 2ാമത്തെ കറുത്ത കട്ടയുടെ ഇ സി, അതായത് 2ാമത്തെ ഒക്ടേവിൻ്റെ സി ആണ് ഇടത്ത് കൈയുടെ ചെറുവിരൽ. സി, ഡി, ഇ, എഫ്, ജി. ഈ 5 എണ്ണം വായിച്ച ശേഷം ഈ മധ്യവിരൽ, അതായത് 3ാമത്തെ നമ്പർ ഇവിടെ വരും. എ, ബി, സി, സി, ബി, എ, ജി, എഫ്, ഇ, ഡി, സി. അപ്പോൾ അങ്ങനെ അതാണ് വായിക്കാനുള്ള വിരലുകളുടെ ഒരു ആദ്യ ഘട്ടത്തിലെ ഒരു വിരലിൻ്റെ ഫിംഗറിങ് അല്ലെങ്കിൽ വിരൽ പോകുന്ന ദിശ. എന്നാൽ നിങ്ങൾക്കറിയാം, കാണാവുന്ന പോലെ ഈ കാണുന്ന ഇത്രയും കട്ടകൾ, അല്ലെങ്കിൽ ഈ മിഡിൽ സിക്ക് ഇപ്പുറമുള്ള ഇത്രയും കട്ടകൾ ഈ വലത് കൈയുടെ 5 വിരലുകൊണ്ട് വായിക്കേണ്ടതാണ്. ഇത് ഇടത് കൈ കൊണ്ട് 5 കൊണ്ട് വായിക്കേണ്ടതാണ്. അപ്പോൾ ഇത് മാത്രം നിന്നാൽ വിരലുകൾ എല്ലാം വായിക്കാൻ ഒക്കത്തില്ല, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ക്രമേണ വിരലുകളുടെ പൊസിഷൻ മാറും. പക്ഷെ ആദ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ പഠിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ താളത്തിനുള്ളൊരു ഒരു ദൈർഘ്യമുണ്ട്. ഏതാണ്ട് 1 സെക്കൻഡ് ദൈർഘ്യം വരുന്ന, അത് കാലേൽ ഇങ്ങനെ അടിച്ച് നമുക്ക് അതിൻ്റെ ഒരു സ്പീഡ് കണക്ക് കൂട്ടാൻ പറ്റും. ഒരു അടിക്ക് ഒരു കൗണ്ട് അല്ലെങ്കിൽ ഒരു ബീറ്റ്, ഒരു താളം വെച്ച് സി, ഡി, ഇ, എഫ്, ജി, എ, ബി, സി, സി, ബി, എ, ജി, എഫ്, ഇ, ഡി, സി, സി, ഡി, ഇ, എഫ്, ജി, എ, ബി, സി, സി, ബി, എ, ജി, എഫ്, ഇ, ഡി, സി. ഇങ്ങനെ നമ്മൾ ഇടത്ത് കൊണ്ടും വലത്ത് കൊണ്ടും വായിക്കേണ്ടത് പരിശീലിക്കുക. അത് നല്ല സ്പീഡിൽ വായിക്കാവുന്ന രീതിയിൽ ഉള്ള ഒരു ഓട്ടം നമ്മൾ
പരിശീലിച്ചെടുക്കുക. അതുപോലെ ഈ സ്പീഡ് ക്രമേശ കൂടിക്കൂടി കൊണ്ടുവരിക. തുടർന്ന് ഇത് എങ്ങനെ വായിക്കാം, ഇതിൻ്റെ നൊട്ടേഷൻ വെച്ച് എങ്ങനെ വായിക്കാം എന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. താങ്ക് യു. നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. അതെല്ലായ്പ്പോഴും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു.